ഇന്നലെ ഒരു ഊശാന്താടിക്കാരനെ അജ്ഞാതർ പടമാക്കി. സാധാരണ ഈ അജ്ഞാതരുടെ തേരോട്ടം പടയോട്ടം ഒക്കെ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോഴും പറയും അത് ഇന്ത്യയാണ്, അത് ഇന്ത്യയാണ് എന്ന് പറയും. അപ്പോൾ ഈ അജ്ഞാതനെ പടമാക്കി കഴിഞ്ഞപ്പോൾ സുഡാപ്പികളെല്ലാം കൂടെ നെഞ്ചത്തടിച്ച് നിലവിളിയായി. ഒന്നാമത് പുതുവത്സരമല്ലേ, ഇമ്മാതിരി ചെയ്ത്തൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത് അങ്ങോട്ട് നിസാരക്കാരനല്ല, അങ്ങ് വലിയ ഒരു ഗ്രാഫുള്ള ആളാണ്. ഏതാണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ 2012 നമ്മുടെ പൂനെ ബോംബ് സ്ഫോടന കേസ് ഉണ്ടല്ലോ, അതിലെ പ്രതിയാണ്. വലിയ പേരൊക്കെയാണ്. ബണ്ടി ജഹാഗീർദാർ എന്നാണ്. ഈ വയസ്സനാണ്, പക്ഷേ വയസ്സനാണ് എന്ന് കാണുമ്പോൾ തോന്നും, പക്ഷേ കയ്യിലിരിപ്പ് വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങേരുടെ വേറൊരു പേരുണ്ട്, അസ്ലം ഷബീർ ഷെയ്ഖ്. ഈ അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന് പറയുന്ന ഊശാന്താടിക്കാരനാണ് ഇപ്പോൾ പടമായി ഭിത്തിയിലിരിക്കുന്നത്. ഇപ്പോൾ സുഡാപ്പികളെല്ലാം ഇപ്പോൾ മാലയൊക്കെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും സ്വർഗത്തിൽ ഹൂറികളുടെ ഒപ്പം കഴിയാനും മദ്യപ്പുഴയിൽ ഒഴുകാനുമൊക്കെ നീന്തി തുടിക്കാനുമൊക്കെ ഈ പറയുന്ന ആൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരു ശ്രീരാംപൂറിലെ ഒരു സംസ്കാര ചടങ്ങ്, ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ പോവുകയാണ് ഈ അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന് പറയുന്ന തീവ്രവാദി പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് 2 അജ്ഞാതർ വരുന്നു, വെടിവെക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷരാകുന്നു, അതായത് ഓടിപ്പോകുന്നു. ഗുരുതരമായിട്ട് പരിക്കേറ്റ ഈ ബണ്ടി ജഹാംഗീർദാറിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചവനെ തല്ലണം എന്നുള്ളതാണ് അവർക്ക്, പക്ഷെ അറിയില്ലല്ലോ ഇത് തീവ്രവാദിയാണ് എന്നുള്ളത്. എന്തായാലും ആക്രമണത്തിന്റെ കാര്യം വ്യക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. അഹല്യനഗർ SP സോമനാഥ് ഖാർഗെ പറയുന്നതാണ്. ആക്രമണത്തിന്റെ കാര്യം എന്താണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. ജംഗ്ലി മഹാരാജ് റോഡ് സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള ബണ്ടി ജഹാംഗീർദാറിനെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. 2012 ഓഗസ്റ്റ് 1 പൂനെയിൽ ഈ ഒരു സ്ഫോടനം നടക്കുന്നത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന എന്നിവയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന് പറയുന്ന ഊശാന്താടിക്കാരൻ. എന്തായാലും 2023 മുതൽ ഇയാൾ ജാമ്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്തോട് വളരെയധികം സ്നേഹമുള്ള നല്ലവനായിട്ടുള്ള ആളുകളാണല്ലോ ഇത്. അപ്പോൾ അസ്ലം ഷെയ്ഖിന്റെ ഒരു പൂർവ്വകാലം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൂനെ യർവാദ ജയിലിൽ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ തീർത്ത ഒരു ഭീകരനാണ് ഖത്തിൽ സിദ്ദിഖ്. ഇന്ത്യൻ മുജാഹിദീൻ ഭീകരനായിരുന്നു ഈ തീർന്നുപോയ ഖത്തിൽ സിദ്ദിഖ് അന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് പകരം ചോദിക്കണം. ഭീകരന്മാർ തമ്മിലുള്ള കുടിപ്പകയാണെങ്കിൽ അതിനും പകരം ചോദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മുജാഹിദീൻ ഭീകരനായിട്ടുള്ള റിയാസ് ഭട്കൽ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം പൂനെ നഗരത്തിൽ 4 ഇടങ്ങളിലായിട്ട് സ്ഫോടനം നടന്നു. ഈ സ്ഫോടന പരമ്പരകൾ നമ്മുടെ രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു എന്നുള്ളതാണ്. 2012 പൂനെ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. എന്തായാലും ഈ ഒരു സ്ഫോടന പരമ്പരയെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ATS അന്വേഷണം നടത്തുന്നു. ഈ ATSന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി കണ്ടെത്തുകയാണ്. എന്താണ്? ഈ തോക്കുകളും ആയുധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു വെച്ച് മത നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വധിക്കാനായിട്ട്, കൊന്നുകളയാനായിട്ട് ഈ ഭീകരന്മാർ പദ്ധതി ഇട്ടിരുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ, ബോംബ് സ്ഫോടനം പല സ്ഥലങ്ങളിലായിട്ട് ബ്ലാസ്റ്റ് നടത്തിയതും പോരാതെ മതനേതാക്കൾ, രാഷ്ട്രീയക്കാർ, ഈ 2 വിഭാഗങ്ങളിൽ പെട്ടവരെയും ഈ ഭീകരന്മാർ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകും. ഒന്ന് നോക്കൂ, മതനേതാക്കളാണ്, രാഷ്ട്രീയക്കാരെക്കാൾ തൊട്ടാൽ പൊട്ടുന്ന ഒരു വിഭാഗമാണ് മതനേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മതനേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരന്മാർ ഇറങ്ങുന്നത് പോലും നമ്മുടെ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനാണ്. 2ാമത്തെ വിഭാഗമാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. ഈ മുതിർന്ന അല്ലെങ്കിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ, ഉന്നതന്മാരായിട്ടുള്ള നേതാക്കളെയൊക്കെ അവർക്ക് എത്രയൊക്കെയോ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റിയെയും ഭേദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവുകയും അവർക്ക് ജീവഹാനി എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു. വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകുമായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭീകരന്മാർ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞയിടക്ക് അന്വേഷണ റിപ്പോർട്ടുകൾ വരുമ്പോൾ, NIA അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴാണെന്ന് തോന്നുന്നു, പല ഭീകര എന്ന് കട്ടയണേ പല മത നേതാക്കളെ, ഹിന്ദു സംഘടനാ നേതാക്കളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരന്മാർ പല കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ആസൂത്രണം നടത്തിയിരുന്നു വധിക്കാനായിട്ട്. അപ്പോൾ ഹിന്ദു നേതാക്കളെ, ഹിന്ദു മത നേതാക്കളെയൊക്കെ വധിക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാപ്രകളെല്ലാം ഇതെല്ലാം കാണുമ്പോൾ കണ്ണടക്കി, എന്താണെന്നറിയില്ല, അവരുടെ കണ്ണിൽ മത്ത കുത്തുന്ന കണക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ. അതേസമയം ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും നേരെ തിരിച്ച് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ ഈ മാപ്രകൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മാപ്രകളുടെ ശ്രമം ഇത്തരത്തിൽ പോകുന്നത് കൊണ്ടാണ് പല വാർത്തകളും ഇവിടെ പുറത്തു വരാത്തത്. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രമേ അവർ പടച്ചു വിടുകയുള്ളൂ, അതിന് പിന്നാലെ അവർ പോകും. ഒരുപക്ഷെ ഇനി മാധ്യമ സൃഷ്ടി വരെ ഉണ്ടാകാം ഇത്തരം വാർത്തകളുടെ ഒരു കാര്യത്തിൽ. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ അസ്ലം ഷെയ്ഖിനെ കുറിച്ചുള്ള പടമായി തീർന്ന ഭീകരൻ. ആ അസ്ലം ഷെയ്ഖിന് ഈ പൂനെ ബ്ലാസ്റ്റിൽ എന്താണ് പങ്ക്? ഈ ആയുധങ്ങളെല്ലാം തന്നെ ഈ ഭീകരന്മാർക്ക് എത്തിച്ചു നൽകിയത് ഈ അസ്ലം ഷക്കീർ ഷെയ്ഖ് എന്ന് പറയുന്ന കൊടും ഭീകരനാണ്. അപ്പോൾ പോലീസ് രേഖകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ നോട്ടോറിയസ് ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ഇവൻ, ഈ തട്ടിപ്പോയ ഊശാന്താടിക്കാരനായിട്ടുള്ള ഭീകരൻ. അപ്പോൾ ഇയാള് മണൽ മാഫിയ, കവർച്ച, കൊലപാതകം, ഭീകരവാദം തുടങ്ങി എല്ലാ സമസ്ത കൊള്ളരുതാത്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള മുതലാണ്. മാത്രമല്ല 2006 ഇന്ത്യൻ സൈന്യത്തിന്റെ വിവരം നാസിക്കിൽ നിന്ന് ചോർത്തി എന്ന പേരിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വെറും പന്നനാണ് ഈ തട്ടിപ്പോയ ഭീകരൻ. കൂടാതെ ഇയാൾക്കെതിരെ IPC 307, 427, 120B എന്നീ വകുപ്പുകൾ നേരത്തെ തന്നെ കുറ്റം ചാർത്തിയിട്ടുണ്ട്. കൂടാതെ ഇതൊന്നും പോരാതെ ഒരു ഭൂഷണമായിട്ട് UAPA, ഇന്ത്യൻ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് എന്നിവ വഴിയും കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ളവനാണ്. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഇവനാണ് ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് ഭിത്തിയെ കയറിയിരിക്കുന്നത്. ഇതൊക്കെ അറിയുമ്പോൾ എന്തുകൊണ്ടോ ഇതൊന്നും വലിയ വാർത്തയല്ല. നമ്മുടെ പത്രങ്ങളിലൊക്കെ അങ്ങനെ വലിയൊരു വാർത്തയായിട്ടൊന്നും വരാനുള്ള സാധ്യതകളൊന്നുമില്ല. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ട്രാക്ക് റെക്കോർഡുള്ള ഈ ഇവന്റെ കാര്യത്തിൽ സ്ഫോടനവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടുന്ന ശക്തമായ തെളിവുകളില്ല എന്ന പേരിലാണ് 2015 ബോംബെ ഹൈക്കോടതി ഇവന് ജാമ്യം നൽകിയത്. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. അതായത് 2015 ഇവന് ജാമ്യം ലഭിക്കുന്നു, കിട്ടിയ ജാമ്യം ലംഘിച്ചതിൻ്റെ പേരിൽ 2019 ഈ നല്ലവനെ പിടിച്ച് വീണ്ടും അകത്തിടുകയാണ്. 2023 വീണ്ടും ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകിയത്. അതിനുശേഷം സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അസ്ലം. അപ്പൊ ഇത്രയും ഭീകരമായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഈ മുതലിനെ ആണ് 2 അജ്ഞാതർ വന്നിട്ട് തീർത്തു കളഞ്ഞത്, പടമാക്കിയത്. അപ്പോൾ ഈ അജ്ഞാതരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അജ്ഞാതർ സാധാരണയായിട്ട് കളിവിളയാടാറുള്ളത് വിദേശ രാജ്യങ്ങളിലാണ് എന്നുണ്ടെങ്കിലും പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തും ഈ അജ്ഞാതർ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇതിലൂടെ നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും ഈ പറയുന്ന ശ്രീറാംപൂരിലെ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് 2 പേർ, ബൈക്കിൽ എത്തിയ 2 പേർ വന്നിട്ട് തോക്കുപയോഗിച്ചിട്ട് ടിഷ്യും തീർത്തു. എന്നിട്ട് അവർ മുങ്ങി. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും വരാറില്ല. അപ്പോൾ ഈ അജ്ഞാതർ ഇവിടെ വന്നത് ഇനിയിപ്പോൾ പലരും പറയും ഇനിയിപ്പോൾ ഇതിന് പിന്നിൽ ഡോവലിൻ്റെ സംഘമാണ്, മോദിയാണ്, അമിത്ഷായാണ്, എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ വേട്ട നടത്തുകയാണ് എന്നൊക്കെ പടച്ചുവിടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവനെ തീർത്തതിൽ സത്യത്തിൽ ഒരു സന്തോഷമുണ്ട്. ഇത്രയും കൊടും ഭീകരനായിട്ടുള്ള, ഇത്രയും വലിയ ക്രിമിനലായിട്ടുള്ള ഇവനൊക്കെ വീണ്ടും ജാമ്യം ലഭിച്ചെങ്കിൽ ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലാത്തവനാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുത്തരും ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതാണ്. എന്തായാലും ഇതൊരു ന്യൂ ഇയർ ഗിഫ്റ്റാണ് അജ്ഞാതരുടെ വക എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാണ് തോന്നുന്നത്.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.